നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. ശബരിമല ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 18-ന് കേരളത്തിലെത്തും. ശബരിമലയിലെത്തുന്ന ആദ്യ രാഷ്ട്രപതിയാകും ദ്രൗപദി മുർമു. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ നിയന്ത്രണം. നിലനികത്തലിനെതിരെ നടപടി. കരുനാഗപ്പള്ളി തൊടിയൂർ ആര്യൻപാടത്താണ് സംഭവം. നിലനികത്തൽ വ്യാപകം. നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. കുട്ടിക്ക് 3 തവണ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. ഏപ്രിൽ 8-നാണ് കുട്ടിയെ നായ കടിച്ചത്. ഞരമ്പിൽ കടിയേറ്റതുമൂലം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു. പേവിഷബാധയേറ്റ തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരിയാണ് മരിച്ചത്. കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുന്നത് ആവർത്തിക്കുകയാണ്. കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയാണ് SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയ ഫാരിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. ഇതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാന സംഭവം. ഏപ്രിൽ മാസത്തിൽ മാത്രം 6 പേരാണ് പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത്. ഏപ്രിൽ 8-ന് ഉച്ചയ്ക്ക് വീട്ടുമുറ്റത്തിരിക്കുമ്പോഴാണ് കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ പട്ടി കടിച്ചത്. ഉടൻ തന്നെ IDRV ഡോസ് എടുത്തിരുന്നു. അന്ന് തന്നെ ആന്റി റാബിസ് സിറവും നൽകിയിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRV നൽകി. ഇതിൽ മെയ് 6-ന് 1 ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇതിനിടെ ഏപ്രിൽ 28-ന് കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധിച്ചു. അപ്പോഴാണ് പേവിഷബാധയേറ്റെന്ന് മനസ്സിലായത്. യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും. അതിനാൽ തന്നെ പിന്നീട് ആരും പട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. നായ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. കഴിഞ്ഞ വൈകുന്നേരം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. 3 മണിയോടുകൂടി നമ്മൾ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും ശക്തമായി പെയ്ത് ഈ മരം കാറ്റത്ത് വീട് ബസ്സിൻ്റെ മുകളിലും കാറിൻ്റെ മുകളിലുമായിട്ടൊക്കെ വീണ് കേടുപാടുകൾ സംഭവിച്ചു. ഭയങ്കരമായിട്ടുള്ള ഇടിയും മഴയാണ്. നെറ്റ് കംപ്ലീറ്റ് പോയി. കറണ്ടില്ല. കഴിഞ്ഞ വൈകുന്നേരം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് പത്തനാപുരത്ത് കനത്ത നാശനഷ്ടമുണ്ടായത്. KSRTC ഡിപ്പോ പരിസരത്ത് നിന്ന പാഴ്മരം നിർത്തിയിട്ടിരുന്ന ബസ്സിനും കാറിനും മുകളിലേക്ക് വീണ കാറിന്റെ ചില്ലുകൾ തകർന്നു. ഒരു മാസമേ ഉള്ളൂ ശരിയാക്കി. അന്ന് ഇതിനൊക്കെ പോയതാണ്. സൂപ്രണ്ട് മിനിയുടെ കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകളാണ് തകർന്നത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ശക്തമായ കാറ്റിൽ നെടുമ്പറമ്പിൽ വീടിന്റെ മേൽക്കൂര പറന്ന് പ്രധാന പാതയിൽ വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പരസ്യ ബാനറുകൾ പറന്ന് വൈദ്യുത ലൈനുകൾക്ക് മുകളിൽ വീണതിനെ തുടർന്ന് നഗരത്തിലെ വൈദ്യുതി ബന്ധവും താറുമാറായി.
ആലവിള ജനതാ ജംഗ്ഷൻ റോഡിൽ ക്രൗൺ ഓഡിറ്റോറിയത്തിന് സമീപം മരം വീണ് 5 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പത്തനാപുരം പട്ടാജി റോഡിൽ മരം വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി ബന്ധം തകരാറിലുമായി. മഴയ്ക്കും കാറ്റിനുമൊപ്പം ശക്തമായ ഇടിമിന്നലിൽ മിക്ക വീടുകളിലും വൈദ്യുതോപകരണങ്ങൾ നശിച്ചു. പത്തനാപുരം, പിറവന്തൂർ, പട്ടാജി പഞ്ചായത്തുകളിൽ മഴയിൽ കൃഷിനാശവും വ്യാപകമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ചവറ പന്മന കോലമുക്കിലാണ് സംഭവം. മാസങ്ങളായി ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഇങ്ങനെ കിടന്നിട്ടേ ഇത് പറ്റത്തുള്ളൂ. വെള്ളം ഒഴുകുന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? ആരടുത്ത് പറയാൻ? ഇവിടുത്തെ മെമ്പർ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കത്തുകൂടിയില്ല. ചവറ കോലമുക്കിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോഴാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ പൊട്ടിയത്. എന്നാൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പൈപ്പ് പൊട്ടി വെള്ളം തടാകം പോലെ കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. ഈ ദുസ്ഥിതി നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ല. 4-ാമത്തെ വട്ടം ഇങ്ങനെ വെള്ളം കയറി ഇരിക്കുന്നത്. ഇവിടെ ഇച്ചിരി കുഴിക്കും, നേരം പൈപ്പ് പൊട്ടും. ആ വെള്ളം ഇവിടെ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ആ വെള്ളം എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. എന്തൊരു ബുദ്ധിമുട്ടാണ്. മെമ്പറെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ഇങ്ങോട്ടൊന്നും നോക്കത്തുകൂടിയില്ല. ഇങ്ങനെ കിടന്നിട്ടേ ഇത് പറ്റത്തുള്ളൂ. വെള്ളം ഒഴുകുന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? ആരടുത്ത് പറയാൻ? ഇവിടുത്തെ മെമ്പർ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കത്തുകൂടിയില്ല. ആണ് ഇവിടെ ഞങ്ങൾ ഇവിടൊക്കെ കയറും, തിരക്കാത്തൊക്കെ കയറും. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇവിടെ പാഴാകുന്നത്. വേനൽക്കാലത്ത് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. നിലം നികത്തലിനെതിരെ നടപടി. കരുനാഗപ്പള്ളി തൊടിയൂർ ആര്യൻപാടത്താണ് സംഭവം. നിലം നികത്തൽ വ്യാപകമായതോടെ പാടശേഖര സമിതി പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. അധികൃതർ ഇടപെട്ടതോടെ നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തുടങ്ങി. തൊടിയൂർ ആര്യൻപാടത്ത് അനധികൃതമായി നിലം നികത്തുന്നത് വ്യാപകമായതോടെയാണ് പാടശേഖര സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചത്. തൊടിയൂർ വില്ലേജ് ഓഫീസറുടെയും കൃഷി ഓഫീസറുടെയും നേതൃത്വത്തിലായിരുന്നു നടപടികൾ ആരംഭിച്ചത്. തൊടിയൂർ വില്ലേജ് ഓഫീസർ രാജേഷിന്റെ നിർദ്ദേശാനുസരണമാണ് നടപടികൾ സ്വീകരിച്ചത്. നിലം നികത്തൽ ഇനിയും തുടർന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തുടങ്ങിയതായി പാടശേഖര സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാരയ്ക്കലും പ്രസിഡന്റ് നാസറും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശബരിമല ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 18-ന് കേരളത്തിലെത്തും. ശബരിമലയിലെത്തുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മെയ് 18-ന് കേരളത്തിലെത്തുമെന്ന് വിവരം. 18-19 തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും. കോട്ടയം കുമരകത്തായിരിക്കും രാഷ്ട്രപതി തങ്ങുകയെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് വിവരം ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുമ്പോൾ രാഷ്ട്രപതി എത്തുമെന്ന് പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും നേരത്തെ അനൌദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി സന്ദർശിക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത്. മെയ് 14-നാണ് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ശബരിമലയിൽ മരാമത്ത് ജോലികൾ ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഴവിൽ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കായംകുളം മുനിസിപ്പൽ 4ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മഴവില്ല് എന്ന പേരിലായിരുന്നു ക്യാമ്പ്. ആലപ്പുഴ ലജിനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിംഗ് അധ്യാപകൻ G. ശ്രീകുമാർ ഓലകെട്ടിയാണ് കുട്ടികൾക്ക് ചിത്രരചന പരിശീലനം നൽകിയത്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു.
MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് കായംകുളത്തെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ വെക്കേഷൻ കാലം കുട്ടികളെ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിൽ നിന്നും അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്നതിനായി ഒരു കുടുംബ സംഗമത്തിൽ അവരുടെ കലാപരിപാടികൾ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികൾ അതിനായി ആഴ്ചകളോളം പ്രത്യേകം പരിശീലന പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയതിനാൽ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് ഒരുപാട് തിരിക്കാൻ കഴിഞ്ഞു. അതേ തുടർന്ന് ഞങ്ങൾ വീണ്ടും കുട്ടികളെ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കലാപരിപാടി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചിത്രകലാ അധ്യാപകനെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ LKG മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിവിധ തലങ്ങളിൽ തരംതിരിച്ചുകൊണ്ട് തന്നെ അവരുടെ കഴിവ് പരിപോഷിപ്പിക്കുന്നതിനായി ആ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇതേ തുടർന്ന് ഞങ്ങൾ വീണ്ടും സ്ത്രീകൾക്കായി ഒരു സ്വയം സുരക്ഷാ ക്ലാസ് ഒരു കരോട്ട അധ്യാപകൻ്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ പ്രോഗ്രാം തുടർന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ, വൈസ് പ്രസിഡന്റുമാരായ നസീബ് ഖാൻ വരിക്കപ്പള്ളി, നിസാർ ഇദ്രീസ്, അൻവർ സലാഹുദ്ദീൻ, സെക്രട്ടറിമാരായ റിയാസ് പുലരിയിൽ, ബാബു കിഴക്കൻ്റെയത്ത്, സലാഷ് പാലയത്ത്, ഹഫീസ് മുളശ്ശേരി, ഷെറഫ് കളത്തിൽ, ഹിലാൽ ഇദ്രീസ്, ഫൈസൽ ഇഞ്ചിക്കൽ, സലീം രാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. പന്മനമനയിൽ കൃഷ്ണായനം കളരി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത്. ദേശീയ തലത്തിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത് മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്കായാണ് ആദരവ് നൽകിയത്. പന്മനമനയിൽ കൃഷ്ണായനം കളരി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത്. ദേശീയ തലത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന കളരിപ്പയറ്റ് മത്സരത്തിൽ 3 ഗോൾഡ് മെഡൽ ഉൾപ്പെടെ 14 മെഡലുകൾ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അവരുടെ മനസ്സിൽ അവരുടെ ഒരു ലഹരി ഉണ്ടായിരിക്കുന്നത് ഈ കളരിയുടെ ഭാഗമാകുവാനുള്ളതാണ്. ഈ ആയോധന കളിയുടെ ഓരോ ഘട്ടങ്ങളിലും ഓരോ കച്ചകൾ മാറി മാറി വരുന്ന ഈ കരാട്ടകൾ ബെൽറ്റുകൾ മാറുന്നത് പോലെ കച്ചകളുടെ നിറം മാറി വരുന്ന പരിശീലനങ്ങൾ വളരെ കൃത്യമായി നടത്തി അവരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആ കച്ചകെട്ടുകൾ നടക്കപ്പെടുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ അവരുടെ പഠിതാക്കളായിട്ടുള്ള ഓരോ അഭ്യാസികളും അവർ വളരെ കൃത്യമായി ആ പരിശീലനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് പുതിയ പുതിയ ഇടങ്ങളിലേക്ക് ഈ കളരിയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പൊ അവരുടെ ഒരു ലഹരിയായി അവർ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ലഹരി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമുക്ക് ആസ്വദിക്കാനോ ലഭ്യമായിട്ടുള്ളത് വീണ്ടും വീണ്ടും അത് നമ്മെ ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. കൃഷ്ണായനം കളരി കോർഡിനേറ്റർ G ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകല ആദരവ് നടത്തി. പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ബ്ലോക്ക് അംഗം സീനത്തെ, പഞ്ചായത്ത് അംഗങ്ങളായ ലതിക രാജൻ, ഉഷ, കൊല്ലം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ ട്രഷറർ PC സുനിൽ, ചന്ദ്രജിത്ത്, അനിൽകുമാർ, അജിത് കുമാർ, അഡ്വക്കേറ്റ് സജീന്ദ്രകുമാർ, പന്മന മഞ്ജീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരള കോൺഗ്രസ് എം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ശാസ്താംകോട്ടയിൽ പ്രവർത്തനം തുടങ്ങിയത്. ജല അതോറിറ്റി ഓഫീസിന് സമീപമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചത്. ശാസ്താംകോട്ട ജല അതോറിറ്റി ഓഫീസിന് സമീപമാണ് നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം. ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ ഓഫീസിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഈ കടലാവകാശ നിയമം നടപ്പിലാക്കുന്നത് ആദ്യം പാർലമെന്റിൽ ആവശ്യപ്പെടുന്നത് കേരള കോൺഗ്രസിന്റെ നമ്മുടെ സംബന്ധിച്ച നേതാവ് പ്രിയങ്കര ശ്രീ ജോസ് കെ മണി MPയാണ്. അതിനുശേഷമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അത് കണ്ടുപിടിച്ച് അവരെ വഴിക്ക് പോകും. പക്ഷേ ശ്രീ ജോസ് കെ മണിയെ സംബന്ധിച്ച് കണ്ടുപിടിച്ച് പാർലമെന്റ് അവതരിപ്പിച്ചു. ആദ്യം അവതരിപ്പിച്ചത് കടലിന്റെ അവകാശം, കടലിന്റെ മക്കൾക്ക് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കെ മണി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇഞ്ചക്കാട് രാജൻ അധ്യക്ഷത വഹിച്ചു. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പെന്ന് പറയുന്ന അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമുണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനം ഏതായിരുന്നാലും അത് വളർന്നു പോകും. നേതാക്കന്മാർ ഒരുപാടുണ്ടാവും, അടുത്തറ ഉണ്ടാവാൻ ഭയങ്കര പാടാണ്. KM മാണിയുടെ ഫോട്ടോ അനാച്ഛാദനം ഉഷാലിയും ശിവരാജനും, ലൈബ്രറിയുടെ ഉദ്ഘാടനം ജോസ് മത്തായിയും നിർവഹിച്ചു. ആസ്ഥാന നിലയിൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ പലപ്പോഴും 1000-500 കൊടുത്ത് വാടക കൊടുത്താണ് പ്രവർത്തിച്ചത്. അത് പരിഹരിക്കുന്നത് കഴിയും.
അതുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക്, സ്വാധീനമുള്ള ആളുകൾ, സാമ്പത്തിക സഹായം ചെയ്യാൻ മനസ്സുള്ള ആളുകൾ കമ്മിറ്റി കൂടുമ്പോൾ അത്യാവശ്യം നിയോജനം പ്രസിഡന്റ് ഓഫീസ് സെക്രട്ടറിയൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അതും നല്ല ഗുണമായി ചെയ്യും. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ശാന്താലയും സുരേഷ് ഏറ്റുവാങ്ങി. ആർ രവീന്ദ്രൻപിള്ള, സിറാജ് കുളങ്ങരത്തറ, തോട്ടം ജയൻ, AG അനിത, B അശ്വിനികുമാർ, C ഉഷ, ജയന്തി, ശ്രീകുമാർ, L പ്രീത, EM കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. ശബരിമല ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 18-ന് കേരളത്തിലെത്തും. ശബരിമലയിലെത്തുന്ന ആദ്യ രാഷ്ട്രപതിയാകും ദ്രൗപദി മുർമു. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ നിയന്ത്രണം. നിലനികത്തലിനെതിരെ നടപടി. കരുനാഗപ്പള്ളി തൊടിയൂർ ആര്യൻപാടത്താണ് സംഭവം. നിലനികത്തൽ വ്യാപകം. നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.